നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലിയുഗ വരദനും സർവദുഃഖ നിവാരകനുമായ സാക്ഷാൽ സ്വാമി അയ്യപ്പൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ത്രിസന്ധ്യയാണ് സാക്ഷാൽ മകരവിളക്ക് സന്ധ്യ എന്ന് പറയുന്നത്. നാളെയാണ് ഈ വർഷത്തെ മകരവിളക്ക് സന്ധ്യ. നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന മുഹൂർത്തത്തിൽ വീട്ടിൽ വിളക്ക് കത്തിക്കണേ. ഞാൻ ഈ പറയുന്ന സന്ധ്യാസമയത്തെ ഒരു സമയ മുഹൂർത്തത്തിൽ നിങ്ങൾ വിളക്ക് കത്തിക്കണം കേട്ടോ. സാക്ഷാൽ അയ്യപ്പസ്വാമി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി വീട്ടിലേക്ക് വരുന്ന സമയമാണ്. മകരജ്യോതി തെളിയുന്നതിന് മുമ്പ്, മകര നക്ഷത്രം ഉദിക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു സമയത്ത് വിളക്ക് കത്തിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ ആ വീട്ടിൽ വന്നിരിക്കും, അനുഗ്രഹിച്ചിരിക്കും. ആ വീടിന് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും വരുന്ന ഒരു വർഷക്കാലം ഐശ്വര്യമായി നൽകി മടങ്ങുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും ജീവിതം രക്ഷപ്പെടാൻ ഏറ്റവും നല്ല കാര്യമാണ് ഈ സമയത്ത് വിളക്ക് കത്തിച്ച് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി നിങ്ങളെല്ലാവരും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഒരുപക്ഷെ ഞാനിന്ന് ഇതിവിടെ പറയാനും നിങ്ങളിത് കാണാനും ഇടയായത് ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമായിരിക്കും, നിയോഗമായിരിക്കും എന്നുള്ളതാണ്. എല്ലാവരും ഞാൻ ഈ പറയുന്ന പോലെ ഈ പറയുന്ന മുഹൂർത്തത്തിൽ തന്നെ വിളക്ക് തെളിയിക്കൂ. അയ്യപ്പസ്വാമി വരും, നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങളും നൽകി മടങ്ങുകയും ചെയ്യുന്നതാണ്. ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കിക്കോളൂ, നാളെ ജനുവരി 14 നാളെയാണ് ഈ മകരസംക്രമം നടക്കുന്നത് എന്നുള്ളത്. നാളെ ഉച്ചയ്ക്ക് ഏതാണ്ട് 3:08 മകരസംക്രമം കഴിയുകയാണ്. അത് കഴിഞ്ഞ് സന്ധ്യക്കലത്തേക്ക് വരുമ്പം നേരത്തെ വിളക്ക് കത്തിക്കണം. സമയം ഞാൻ പറഞ്ഞുതരാം. നേരത്തെ വിളക്കെല്ലാം ഒരുക്കി വെക്കണം. കാര്യം മകരജ്യോതി ശബരിമലയിൽ തെളിയുന്നതിന് മുമ്പ്, മകരവിളക്ക് തെളിയുന്നതിന് മുമ്പ്, മകര നക്ഷത്രം തെളിയുന്നതിന് മുമ്പ് വീട്ടിൽ നിലവിളക്ക് കത്തിക്കണമെന്നുള്ളതാണ് പ്രമാണം. അതുകൊണ്ട് എല്ലാ ദിവസത്തെയും പോലെ വൈകി കത്തിക്കാൻ നിൽക്കരുത്. നേരത്തെ വിളക്കെല്ലാം ഇന്നേ വേണമെങ്കിൽ എടുത്ത് തേച്ച് മിനുക്കി വെക്കുക, അല്ലെങ്കിൽ നാളെ രാവിലെ എടുത്ത് തേച്ച് മിനുക്കി വെക്കുക. നേരത്തെ എല്ലാം തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. തയ്യാറാക്കുക എന്ന് പറയുമ്പം മകരസന്ധ്യയാണ്, മകരവിളക്ക് സന്ധ്യയാണ്. എല്ലാവരും 5 തിരിയിട്ട് നാളെ കത്തിക്കുന്ന, ഭദ്രാദീപം തെളിയിക്കുന്നതായിരിക്കും ബഹുക്ഷേമം എന്ന് പറയുന്നത്. വിട്ടുകളയരുത്. 5 തിരി നിലവിളക്കിൽ തുടങ്ങണം എന്നുള്ളതാണ്. അപ്പൊ 5 തിരിയെല്ലാം ഇട്ട് നെയ്യോ എണ്ണയോ ഒഴിച്ച് വിളക്കൊരുക്കി വെക്കുക. നിലവിളക്കിനോടൊപ്പം ഭഗവാന് തീർത്ഥമായിട്ട് ഒരു കിണ്ടിയിലോ ഒരു പാത്രത്തിലോ തീർത്ഥജലവും അതിലൊരു തുളസിക്കതിരും നുള്ളിയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഈ 2 കാര്യം കൃത്യമായിട്ട് ഒരുക്കി വെക്കുക. മൂന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അയ്യപ്പസ്വാമിയുടെ ചിത്രമോ വിഗ്രഹമോ അത്തരത്തിൽ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിലവിളക്കിന്റെ അടുത്ത് വെച്ച് നിലവിളക്ക് ഒരുക്കി വെക്കാവുന്നുണ്ടെങ്കിൽ, അവിടെ നിലവിളക്ക് കത്തിക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമാണ്. പൂജാമുറി ഉള്ളവർക്ക് അത്തരത്തിൽ ചെയ്യാം. പൂജാമുറി ഇല്ലാത്തവര് അത്തരത്തിൽ ഒരു ചിത്രം വിളക്കിന്റെ അടുത്ത് വെക്കാമെങ്കിൽ അത് ഏറ്റവും ഗംഭീരമാണ്. ഇനി അഥവാ ചിത്രം ഇല്ലെന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നിലവിളക്ക് തന്നെ ഭഗവാനാണെന്ന് സങ്കല്പിച്ചാണെങ്കിലും വിളക്ക് കത്തിച്ചോളൂ, ഒരു ദോഷവും ഇല്ല, ഏറ്റവും നല്ലത് തന്നെ. പക്ഷെ ചിത്രം ഉള്ളവര് ഈ അവസരം പാഴാക്കി കളയരുത്. ഭഗവാന്റെ ചിത്രം, അയ്യപ്പസ്വാമിയുടെ കലിയുഗ വരദനായ ഭഗവാന്റെ ചിത്രം നിലവിളക്കിന്റെ അടുത്തായിട്ട് വെക്കാൻ വിട്ടുപോകരുത് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നേരത്തെ തന്നെ ഒരുക്കി വെക്കാവുന്നുണ്ടെങ്കിൽ കൃത്യം ആ മുഹൂർത്തം നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാം. എൻ്റെ പൂജ നടക്കുന്നതും നാളെ ഈ ഒരു മുഹൂർത്തത്തിൽ തന്നെയാണ്. മകരവിളക്കിന് മുന്നേ പൂജകളെല്ലാം കഴിക്കുന്നതായിരിക്കും. മകരവിളക്ക് തെളിയാനായി, ഭഗവാനെ സ്വീകരിക്കാനായി, മകര നക്ഷത്രത്തെ തൊഴാനായി വീടൊരുങ്ങി എല്ലാ ആരാധനാലയങ്ങളും ഒരുങ്ങി നിൽക്കുന്ന, പൂജ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇനി പറയാൻ പോകുന്ന മുഹൂർത്തം എന്ന് പറയുന്നത്. നാളെ സന്ധ്യയ്ക്ക് 6:05 6:28 ഇടയിൽ വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ഗംഭീരം. പകല് കുറച്ച് തെളിഞ്ഞു നിൽക്കുകയായിരിക്കും. അപ്പൊ 6:05 അയ്യോ ഇരുട്ടിയില്ലല്ലോ, ഞാൻ എങ്ങനെയാ വിളക്ക് കത്തിക്കുന്നത്, സന്ധ്യയായിട്ട് തോന്നുന്നില്ലെന്നോ എന്നൊക്കെ ചിലർക്ക് തോന്നാം. അങ്ങനെ നോക്കിയിരിക്കരുത്. 6:05 ചിലപ്പം വെളിച്ചം കൂടുതലുണ്ടാവും. 6:05 6:28 ഇടയിൽ വിളക്ക് കത്തിച്ചിരിക്കണം എന്നുള്ളതാണ്. 6:05 കത്തിക്കണമെങ്കിൽ കത്തിച്ചോളൂ, പക്ഷെ 6:28 താണ്ടി പോകരുത്. 6:28 മുമ്പ് വിളക്ക് കത്തിക്കണം. 6:05 6:28 കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും.
പ്രത്യേകിച്ച് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ പൂജ നടക്കുന്ന സമയം, ഭഗവത് സാന്നിധ്യം ഈ ഭൂമിയിലുള്ള സമയം എന്ന് പറയുന്നത് 6:05-നും 6:28-നും ഇടയിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ നിലവിളക്ക് ഇത്തരത്തിൽ 5 തിരിയിട്ട് ആ ഒരുക്കി വെച്ചിരിക്കുന്നത് കത്തിക്കൂ. ഭഗവാൻ അവിടെ എത്തിയിരിക്കും എന്നുള്ളതാണ്. 6:40 അല്ലെങ്കിൽ 6:40 കഴിഞ്ഞായിരിക്കും മകരവിളക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ലേ? ആ ടി വിയിലൊക്കെ കാണുന്ന വിളക്ക് എന്ന് പറയുന്നത് 6:40-ന് ശേഷമായിരിക്കും നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. ആ 6:40-ന് മുന്നേ തന്നെ വീട്ടിൽ ഒരുക്കി നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ടി വിയിൽ പോയിട്ട് നിങ്ങൾക്ക് മകരവിളക്ക് ദർശനം നടത്താവുന്നതാണ്. ഭഗവാൻ വരുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ വിളക്ക് കത്തിച്ച് തൊഴുത് പിന്നെ നിങ്ങൾ ടി വിയിൽ പോയി ആ മകരവിളക്കും കാര്യങ്ങളും ഒക്കെ കണ്ടു തൊഴുവോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തോളൂ. ഏറ്റവും ഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതാണ് എല്ലാവരും ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നാളത്തെ ദിവസം നിലവിളക്ക് തൊഴുന്ന സമയത്ത് 3 പേരെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. 3 പേരെ നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം. അയ്യപ്പനെ മാത്രം പ്രാർത്ഥിച്ചു പോരുകയല്ല ചെയ്യേണ്ടത്. ആദ്യം തന്നെ വിളക്ക് ഒരുക്കി വെച്ച് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. ഏറ്റവും നിർബന്ധമാണ്. ഓം ഗം ഗണപതയേ നമ. ആ വിളക്ക് കത്തിച്ച് ഭഗവാനേ എന്ന് പറഞ്ഞ് തൊഴുമ്പം ആദ്യം ഓം ഗം ഗണപതയേ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗം ഗണപതയേ നമ എന്ന് മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഒന്നാമത്തത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഭഗവതിയെ പ്രാർത്ഥിക്കണം. ആരെയാണ്? അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി ഭഗവതിയെ, ദേവിയെ പ്രാർത്ഥിക്കണം. ശ്രീ പാർവതിയെ പ്രാർത്ഥിക്കണം. അമ്മയെ പ്രാർത്ഥിക്കണം. ആദിപരാശക്തിയെ പ്രാർത്ഥിക്കണം. അതിന് നിങ്ങൾ ഓം മഹാദേവ്യേ നമ എന്ന മന്ത്രം ചൊല്ലുക. എങ്ങനെയാണ് മന്ത്രം? ഓം മഹാദേവ്യേ നമ, ഓം മഹാദേവ്യേ നമ, ഓം മഹാദേവ്യേ നമ. രണ്ടാമത്തെ മന്ത്രം ചൊല്ലുക. ഇത് രണ്ടും ചൊല്ലിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന 5 അയ്യപ്പ മന്ത്രം, ശാസ്താവിൻ്റെ 5 മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലുവാണെന്നുണ്ടെങ്കിൽ അതിഗംഭീരമായി, ഞാൻ ഈ പറയുന്ന നിങ്ങൾ എഴുതിയെടുത്ത് വെക്കുകയോ ഫോട്ടോ എടുത്ത് വെക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ സമയത്ത് നോക്കി വായിക്കുകയോ നോക്കി ചൊല്ലുകയോ അല്ലെങ്കിൽ മനഃപ്പാഠമാക്കി ഈ മന്ത്രങ്ങൾ ചൊല്ലുകയോ ചെയ്യണം. ഓരോ മന്ത്രവും 3 തവണ വെച്ച് ചൊല്ലാമെങ്കിൽ ഗംഭീരം. ഏറ്റവും കുറഞ്ഞത് 1 തവണയെങ്കിലും ഇത് നോക്കി അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ചൊല്ലണം. മന്ത്രം ഇങ്ങനെയാണ്: ഓം മഹാശാസ്ത്രേ നമ. എങ്ങനെയാണ്? ഓം മഹാശാസ്ത്രേ നമ. ഒന്നാമത്തെ മന്ത്രം. രണ്ടാമത്തത് ഓം ത്രിലോകരക്ഷകായ നമ. എങ്ങനെയാണ്? ഓം ത്രിലോകരക്ഷകായ നമ. 3 ഓം ഭൂതേശായ നമ. എങ്ങനെയാണ്? ഓം ഭൂതേശായ നമ. 4 ഓം ഗണനാഥായ നമ. എങ്ങനെയാണ്? ഓം ഗണനാഥായ നമ. 5 ഓം ഹരിഹരപുത്ര സ്വാമിനേ നമ. എങ്ങനെയാണ്? ഓം ഹരിഹരപുത്ര സ്വാമിനേ നമ. ഞാൻ ഈ പതുക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ചൊല്ലാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാവരും കൃത്യമായിട്ട് ഈ 5 മന്ത്രം അയ്യപ്പസ്വാമിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അങ്ങ് ചൊല്ലുക. മകരവിളക്ക് കാണുന്ന സമയത്ത് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് കൈകൾ നിങ്ങൾക്ക് കൂപ്പിക്കൊണ്ട് തൊഴാവുന്നതാണ്. ടി വിയിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ലേ, മൊബൈലിലും ഒക്കെ. അങ്ങനെ കാണുന്ന സമയത്ത് 2 കൈകളും കൂപ്പിക്കൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ചൊല്ലുക. ഇതാണ് നിങ്ങൾ നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത്. നാളെ വിളക്ക് തൊഴുന്ന എല്ലാവരും ഈ 5 ശാസ്താമന്ത്രങ്ങൾ, ഈ 5 അയ്യപ്പ മന്ത്രങ്ങൾ എല്ലാവരും ചൊല്ലണം കേട്ടോ. ആരൊക്കെയാണോ നാളത്തെ ദിവസം ഈ മകരജ്യോതി തെളിയുന്ന ഈ ത്രിസന്ധ്യാ സമയത്ത്, ഭഗവാന്റെ സാന്നിധ്യമുള്ള ഈ സമയത്ത് ഇത് ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിലേക്ക് 5 ഗുണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാ 5 ഗുണങ്ങൾ? ഒന്നാമത്തെ കാര്യം, ഇവരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങൾ നീങ്ങും എന്നാണ് പറയുന്നത്. ദുഃഖ ദുരിതങ്ങൾ നീങ്ങും. രണ്ടാമത്തത്, ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും കിട്ടുമെന്നാണ് പറയുന്നത്. രോഗദുരിതങ്ങളൊക്കെ മാറി നിൽക്കും. ആയുരാരോഗ്യ സൗഖ്യവും അതുമൂലം ദീർഘായുസ്സും ലഭിക്കും. 3 സാമ്പത്തിക യോഗം വരുമെന്നാണ് പറയുന്നത്. സാമ്പത്തികമായിട്ട് ഈ കലിയുഗത്തിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറി ഭഗവാൻ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, ജീവിക്കാനുള്ള വക, ഒരിക്കലും അന്നം മുട്ടാത്ത രീതിയിൽ വക നൽകും എന്നുള്ളതാണ്. 4മത്തേത് എന്ന് പറയുന്നത്, നിങ്ങളുടെ വരും പരമ്പരകൾക്ക് ഐശ്വര്യം. നിങ്ങളുടെ വരും പരമ്പരകൾക്ക് ചിലപ്പം നീക്കി വെക്കാനൊന്നും കാണില്ല, പക്ഷേ ഐശ്വര്യവും ചൈതന്യവും നീക്കി വെക്കാൻ സാധിക്കും. ഈശ്വരാധീനം നീക്കി വെക്കാൻ സാധിക്കും. അതിന് സാധിക്കുമെന്നാണ് പറയുന്നത്. 5മത്തെ കാര്യം എന്ന് പറയുന്നത്, മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. മരണാനന്തര മോക്ഷപ്രാപ്തി എന്ന് പറയില്ലേ, അതിനുള്ള അവസരവും ലഭിക്കും എന്നാണ് അതിൻ്റെ സങ്കല്പം.
അപ്പം 5 കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന, പഞ്ചഗുണങ്ങൾ നമുക്ക് കിട്ടുന്ന ഈശ്വര ചൈതന്യം വീട്ടിലുള്ള ദിവസമാണ് ഈ ഒരു ദിവസം. ഈ അവസരം ആരും തന്നെ വിട്ടുകളയരുത്. അതുപോലെ തന്നെ നാളത്തെ ദിവസം വിളക്കൊരുക്കുന്നവർ, ഞാൻ 2 കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് 2ൽ ഏതെങ്കിലും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗംഭീരമായിരിക്കും. ഇത് ഞാൻ നിർബന്ധമെന്നല്ല പറയുന്നത്, പറ്റുന്നവർ ചെയ്യണം. ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടിയിരിക്കും എന്നുള്ളതാണ്. 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ 2 1 ചെയ്താലും മതി, 2 ചെയ്യാൻ പറ്റുന്നവർ 2 ചെയ്തോളൂ. 2 കാര്യം. ഇത് ഞാൻ നിർബന്ധമായിട്ട് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും പോയി വരുന്ന തിരക്കുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് വീട്ടിൽ നിന്ന് നാളത്തെ ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ 2 കാര്യം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെ ശ്രദ്ധിച്ച് കേട്ടോണം, നിങ്ങളൊരു 3 നെയ്വിളക്ക് നാളത്തെ ദിവസം വീട്ടിൽ വെക്കണം. എന്താണ് നെയ്വിളക്ക് എന്ന് പറയുന്നത്? നമ്മളുടെ വീട്ടിൽ നമ്മൾ ദീപാവലിക്കൊക്കെ കത്തിക്കുന്ന ചിരാത് വിളക്കുണ്ടാവില്ലേ? ആ ചിരാത് വിളക്ക് കഴുകി വൃത്തിയാക്കി ഒരു 3 എടുത്ത് 3 വീട്ടിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് ഒരു തിരി വിട്ട് 3 വിളക്ക് തയ്യാറാക്കി വെക്കണം. ഒരു വിളക്ക് നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറപ്പടിയുടെ അടുത്തായിട്ട് കത്തിച്ചു വെക്കണം. ഒരു വിളക്ക് വീട്ടിൽ നിലവിളക്കിൻ്റെ സമീപത്തോ അല്ലെ അയ്യപ്പ ചിത്രം ഉണ്ടെങ്കിൽ അയ്യപ്പ ചിത്രത്തിൻ്റെ സമീപത്തോ വെക്കണം. 3ാമത്തെ വിളക്ക് എന്ന് പറയുന്ന വീട്ടിൽ തുളസിത്തറ അല്ലെങ്കിൽ തുളസി ചുവടുള്ളവരാണെങ്കിൽ ആ തുളസി ചുവട്ടിൽ കത്തിച്ചു വെക്കണം. ഇത് കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾ ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു നേദ്യം, ഉണ്ണിയപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും പായസക്കൂട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പായസക്കൂട്ട്, ഇതും കൂടെ തയ്യാറാക്കി ഭഗവാന് ആ ചിത്രത്തിന് മുന്നിലോ നിലവിളക്കിന് മുന്നിലോ സമർപ്പിക്കണം. എന്താണ് ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറയട്ടെ. ഭഗവത് പ്രീതിയുടെ നമുക്ക് ഏറ്റവും അങ്ങേയറ്റത്തെ കാര്യമാണ് നെയ്വിളക്കും മധുരവും എന്ന് പറയുന്നത്. മകരവിളക്ക് ദിവസം നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോയി നോക്കൂ, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും പോയി നോക്കൂ, അയ്യപ്പന് നെയ്വിളക്കുകളുടെ ഒരു വലിയ നിര തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. വീട്ടിൻ്റെ അടുത്ത് അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ പോയി നോക്കൂ. ആ നെയ്വിളക്കും മധുരവും എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ്. അത് വെച്ചിട്ടുള്ള വീടുകളിൽ ഭഗവാൻ വന്ന് കുടികൊള്ളുമെന്നാണ് പറയുന്നത്. അത് വെച്ച് ഭഗവാനെ സ്വീകരിക്കുന്ന വീടുകളിൽ ഭഗവത് സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നെയ്വിളക്കും മധുരവും നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യുക. പറ്റുന്നവർ ചെയ്യുക. അവരുടെ ജീവിതം രക്ഷപ്പെട്ടിരിക്കും. ഉണ്ണിയപ്പം ഉണ്ടാക്കാമെങ്കിൽ അതാണ് ഏറ്റവും ഗംഭീരം. അതല്ലെങ്കിൽ പായസക്കൂട്ട്, ഏതെങ്കിലും ഒരു പായസം, നിങ്ങളെ കൊണ്ടാവുന്ന ഒരു പായസം തയ്യാറാക്കിയാലും മതി. ഒരു ചെറിയ ബൗളിൽ വെച്ച് ഭഗവാന്റെ ചിത്രത്തിന് അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഭഗവാന്റെ നിലവിളക്കിന് മുന്നിൽ, ആ കത്തിച്ചു വെച്ചിരിക്കുന്ന 5 തിരി നിലവിളക്കിന് മുന്നിൽ ഗംഭീരമായിട്ട് കൊണ്ടുപോയി വെക്കുക. ഈ 3 നെയ്വിളക്ക് ഞാൻ പറഞ്ഞ 3 സ്ഥാനങ്ങളിൽ, തുളസിത്തറയിൽ, വീടിൻ്റെ പടിയുടെ അടുത്ത്, അതുപോലെ തന്നെ ആ നിലവിളക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഭഗവത് ചിത്രത്തിൻ്റെ മുന്നിൽ വെച്ച് 2 കൈകളും കൂപ്പി ഭഗവാനെ തൊഴുക. നിങ്ങൾ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും, ഇനി എത്ര അസംഭവ്യം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചാലും, ഇനി ഒരിക്കലും നടക്കില്ല, അയ്യോ ലോകം മുഴുവൻ എതിര് നിൽക്കുകയാണ്, ഇതിനി എൻ്റെ ജീവിതത്തിൽ നടക്കില്ല, ഇനി ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അതൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ് എന്ന് കരുതിയാലും ഭഗവാൻ അത് കൈവെള്ളയിൽ വെച്ച് തരും. അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുക കേട്ടോ. അനുഭവം തൊട്ടറിഞ്ഞവനായതുകൊണ്ട് പറയുകയാണ്. കരുണാമയനാണ് അയ്യപ്പസ്വാമി. നമ്മൾ ഏത് ദുഃഖം മനസ്സിൽ വിചാരിച്ചാലും, പറയുക പോലും വേണ്ട, ദുഃഖം ഉള്ളിലുണ്ടെങ്കിൽ പോലും ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ആ വിളി കേൾക്കുകയും അതിന് വേണ്ടതെല്ലാം ഇറങ്ങി വന്ന് പല രൂപത്തിൽ പല ഭാവത്തിൽ വന്ന് ചെയ്തു തരുന്നവനാണ്. പക്ഷേ അതൊന്നും ഭഗവാൻ ചിലപ്പം പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കിച്ചോണമൊന്നുമില്ല. നമ്മളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ, അയ്യോ ഇതെല്ലാം നടന്നല്ലോ, ഭഗവാനാണല്ലോ എന്ന് പിന്നെ ആയിരിക്കും നമ്മൾ ഓർക്കുന്നത്. നടക്കുമ്പോൾ നമ്മൾ ഓർക്കത്തില്ല ഭഗവാനെ. അതാണ് ഭഗവാന്റെ ഒരു മായ എന്ന് പറയുന്നത്. എല്ലാം നടന്നു കഴിഞ്ഞ് നമ്മൾ ഓർക്കും, അയ്യോ ഭഗവാനെ എല്ലാം നടന്നല്ലോ, എല്ലാം ഭംഗിയായല്ലോ എന്ന് എല്ലാം കഴിഞ്ഞ് ഓർക്കുകയും ചെയ്യും. അതാണ് കരുണ എന്ന് പറയുന്നത്. ആ കരുണ അയ്യപ്പൻ്റെ അനുഭവിച്ചറിയാൻ കിട്ടുന്ന ഈ അവസരം ആരും വിട്ടുകളയരുത്. 5 മന്ത്രങ്ങളും ചൊല്ലുക, പ്രാർത്ഥിക്കുക, നന്നായി വരും. നാളെ എൻ്റെ പൂജ സന്ധ്യാസമയത്ത് നടക്കുന്ന സമയം ഇത് തന്നെയാണ്. അപ്പോൾ ആ സമയം വെച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. നന്നായി വരും. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നല്ലതേ വരുള്ളൂ. നന്ദി, നമസ്കാരം.